സായിരാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മള് 90-ാമത്തെ ശ്ലോകമാണ് എടുത്തത്. 90 മുതൽ 99 വരെയുള്ള ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമികള് എടുക്കുന്ന വിഷയം ജ്ഞാനിയുടെ പ്രാരബ്ധം എന്ന ആ കർമ്മം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ 90-ാമത്തെ ശ്ലോകത്തിൽ നോക്കി. ഇനി 91-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ആചാര്യസ്വാമി പറയുന്നത് നമുക്ക് നോക്കാം. തത്വജ്ഞാനോദയാദൂർധ്വം പ്രാരബ്ധം നൈവ വിദ്യതേ ദേഹാദീനാമസത്വത്വാദ് യഥാ സ്വപ്നോ വിബോധതഃ. തത്വജ്ഞാനോദയാദൂർധ്വം പ്രാരബ്ധം നൈവ വിദ്യതേ ദേഹാദീനാമസത്വാത്തു യഥാ സ്വപ്നോ വിബോധതഃ. അതാണ് ശ്ലോകം. ആദ്യ വരിയില് ആചാര്യസ്വാമിയുടെ കൺക്ലൂഷൻ തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ വരിയില് അതിന്റെ കാരണവും പറയും. ആദ്യത്തെ വരിയില് ആചാര്യസ്വാമിയുടെ തീരുമാനം എന്താണ് അത് പറയുന്നു. രണ്ടാമത്തെ വരിയില് അതിന്റെ കാരണം പറയും. ഹേതു, കാരണം. തത്വജ്ഞാന ഉദയാത് ഊർധ്വം. തത്വജ്ഞാനോദയാദൂർധ്വം എന്നുള്ളത് തത്വജ്ഞാന ഉദയാത് ഊർധ്വം. ഊർധ്വം എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ട്, മുകളിൽ എന്നുള്ളതിനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ ഊർധ്വം എന്നാൽ പിന്നീട് എന്നാണ് അർത്ഥം. ഇവിടെ ഊർധ്വം എന്നാൽ പിന്നീട് എന്നാണ് അർത്ഥം വെച്ചിരിക്കുന്നത്. അനന്തരം എന്നർത്ഥം. പിന്നീട് അഥവാ അനന്തരം. തത്വജ്ഞാന ഉദയാത്. തത്വജ്ഞാനം ഉദിച്ചപ്പോൾ, തത്വജ്ഞാനം വന്ന ശേഷം പ്രാരബ്ധം നൈവ വിദ്യതേ. പ്രാരബ്ധം നിലനിൽക്കുന്നില്ല. അതാണ് പ്രാരബ്ധം നൈവ വിദ്യതേ. പ്രാരബ്ധം നിലനിൽക്കുന്നില്ല, ഇല്ല എന്നർത്ഥം. സഞ്ചിത കർമ്മം വെളിപ്പെട്ടതാണ് പ്രാരബ്ധം. അറിയാലോ, 3 കർമ്മങ്ങളിൽ സഞ്ചിത കർമ്മം വെളിപ്പെട്ടതാണ് പ്രാരബ്ധം. അത് ജ്ഞാനോദയത്തിന് ശേഷം ഇല്ല എന്നാണ് പറയുന്നത്. സാധാരണ പണ്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരീരപാദം വരെ പ്രാരബ്ധമാണ് അനുഭവിക്കുന്നത്, അതുണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ ആചാര്യസ്വാമികള് 9 ശ്ലോകങ്ങളിൽ കൂടി ഇല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് എന്തുകൊണ്ട് ആചാര്യസ്വാമി പറയുന്നു എന്ന് വെച്ചാൽ, ദേഹാദീനാം അസത്വാത്. നമ്മൾ പഠിച്ച കാര്യമാണ്. ദേഹാദീനാം അസത്വാത് വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ദേഹത്തിന്റെ ആ അസത്വമായിട്ടുള്ള കാര്യം, ദേഹം സത്യമല്ല എന്നും ഒരുപാട് എന്തൊക്കെയാ അതിന് എത്രയാ പറഞ്ഞിരിക്കണേന്നൊരു കണക്കൊന്നുമില്ല. ആചാര്യസ്വാമികൾ ഇതുവരെ പഠിപ്പിച്ചതെല്ലാം ഈ ദേഹം നാശമുള്ളതാണ്, ഇത് സത്യമല്ല എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കർമ്മഫലം എപ്പോഴും എന്തിനെ ചേർന്നായിരിക്കുന്നേ? നമ്മൾ ഇതേവരെ പഠിച്ചതനുസരിച്ച് കർമ്മഫലം എപ്പോഴും എന്തിനെ ചേർന്നിരിക്കുന്നു? കർമ്മഫലം എപ്പോഴും ശരീരത്തെ ചേർന്നിരിക്കും. എപ്പോഴും ശരീരത്തെ ചേർന്നാണ് കർമ്മഫലം ഇരിക്കുക. മനസ്സിനെയും ചേർന്നിരിക്കും. ശരീരത്തിനെയും മനസ്സിനെയും ചേർന്നിരിക്കും. ശരീരം ഭോഗ ആയതനമാണ്. ശരീരം എന്താണ്? ഭോഗ ആയതനം. അതായത് ഭോഗങ്ങളുടെ ഇരിപ്പിടം. നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെ ഇരിപ്പിടം, ഭോഗങ്ങളുടെ ഇരിപ്പിടം. സുഖദുഃഖ അനുഭവമാണ് ഈ ഭോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സുഖദുഃഖങ്ങളുടെ അനുഭവം. ഭോഗസാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെയൊക്കെ അനുഭവം നടക്കുന്നത്? സൂക്ഷ്മ ശരീരത്തിലാണ് സുഖം ദുഃഖം അനുഭവം ഉണ്ടാകുന്നത്. വേദന വരുമ്പോൾ ദുഃഖം. സ്ഥൂല ശരീരത്തിന് വേദന എന്ന് പറയുമ്പോൾ അത് ദുഃഖം എവിടെയാണ്? മനസ്സിലാണ് ദുഃഖം. അപ്പോ സുഖവും അങ്ങനെ തന്നെയാണ്. നാക്കില് നല്ല ഇഷ്ടമുള്ളൊരു പദാർത്ഥം
സ്വാദുള്ളൊരു പദാർത്ഥം നാക്കിൽ വെച്ച് രുചിക്കുമ്പോൾ കഴിക്കുമ്പോൾ സുഖം തോന്നുന്നത് മനസ്സിലാണ്. അപ്പോ സ്ഥൂല ശരീരത്തിൽ കൂടി ഇന്ദ്രിയങ്ങളിൽ കൂടി തോന്നുന്ന സുഖം ദുഃഖവും അനുഭവപ്പെടുന്നത് മനസ്സിലാണ്. അപ്പൊ ഭോഗസാധനം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു ഇവിടെ. അതേപോലെ ഇൻസ്ട്രുമെന്റ്സും ഭോഗസാധനം തന്നെ എന്ന് പറയും. ഇൻസ്ട്രുമെന്റ്സിനെയും എന്തൊക്കെയാ ഏത് വഴിക്കാണോ നമ്മൾ ചെയ്യുന്നത് അതിനെയും ഭോഗസാധനം എന്ന് പറയും. ഇവിടെ ജ്ഞാനം മൂലം, അതായത് ജ്ഞാനിയുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ജ്ഞാനം മൂലം ദേഹവും അന്ധക്കരണവും, അതായത് മനസ്സ് ചിത്തം ബുദ്ധി അഹങ്കാരം എന്നുള്ള അന്ധക്കരണവും സ്ഥൂലദേഹവും ജ്ഞാനം മൂലം നീക്കപ്പെട്ടു. കാരണം ജ്ഞാനി എന്താണ് പറയണേ? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ഞാൻ ഈ ശരീരമാണെന്ന് പറഞ്ഞ പിന്നെ അവിടെ ജ്ഞാനിയല്ല. ആ ശരീരബോധമേ അവിടെ നിന്ന് കളഞ്ഞിട്ട് ഞാൻ ആത്മബോധത്തിലിരിക്കുകയാണ്. ഞാൻ ആത്മാവാണ്, സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്, ഞാൻ ഈ ശരീരമല്ല എന്ന് വ്യക്തമാക്കിയിട്ടാണല്ലോ ജ്ഞാനം ഉദിക്കുന്നത്. അപ്പോ അങ്ങനെ ജ്ഞാനം ഉദിച്ച ശേഷം ഈ ശരീരം എന്നുള്ളൊരു ചിന്ത അവിടെ ഇല്ല, ദേഹവുമില്ല, അന്ധക്കരണവുമില്ല, മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അതും അവിടെ ഇല്ല. അതെല്ലാം നീക്കി. അപ്പോഴാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാ അതിനെ ചേർത്ത് കർമ്മങ്ങൾ ഉണ്ടാവുക? സജ്ജിത കർമ്മത്തിൽ നിന്ന് പ്രാരബ്ധം ഉണ്ടായി എന്ന് പറയുമ്പോ ഈ ശരീരത്തെയാണ് അത് ബാധിക്കുന്നത്. കർമ്മത്തിന് ശരീരം വേണം, കർമ്മഫലം അനുഭവിക്കാൻ ശരീരം വേണം. പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും ശരീരം ഉണ്ടെങ്കിലേ അത് അനുഭവം നടക്കുള്ളൂ. അപ്പൊ ഇവിടെ ആ ശരീരത്തെയെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ആര്? ജ്ഞാനി. ആത്മാ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ആ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്ധക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും അവിടെ വരില്ല. കാരണം അത് രണ്ടും നീക്കപ്പെട്ട ആളാണ് അദ്ദേഹം. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മഞ്ഞ കളറുള്ള തുണി, മഞ്ഞ നിറമുള്ള ഒരു തുണി, ആ തുണിയെ കത്തിച്ചാൽ അവിടെ മഞ്ഞ നിറം ബാക്കിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? തുണി കത്തിയ എല്ലാം കത്തി, മഞ്ഞ നിറവും കത്തി, തുണിയും കത്തി, എല്ലാം കത്തി. മഞ്ഞ നിറമുള്ള ഒരു തുണിയെ കത്തിച്ചു കഴിഞ്ഞാൽ മഞ്ഞ നിറം അവിടെ ബാക്കി നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ്, അത് പോകുമ്പോ എല്ലാം കൂടെ പോയി, പിന്നെ അവിടെ ഒന്നും ബാക്കിയെന്ന് പറയാനില്ല. അപ്പോ ദേഹാദീനാം അസത്വാത്തു എന്നൊരു വാക്ക ഉപയോഗിച്ചു. അസത്വാത്തു, അസത്വാദ് തു, ദേഹ ആദി അസത്വാദ്, സ്ഥൂല സൂക്ഷ്മ. ഇവിടെ ദേഹ ആദി എന്ന് പറയുന്നത് രണ്ടിനും കൂടെ ചേർത്തിട്ടാണ്, സ്ഥൂലത്തിനെയും സൂക്ഷ്മത്തിനെയും ചേർത്തിട്ടാണ് ദേഹ ആദി എന്ന് പറയുന്നത്. അസത്വാദ്, ഇല്ലാത്ത കാരണം കൊണ്ട്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ട്. നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ എന്ന് പറയരുത്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആംഗിളിലാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ആംഗിളിലല്ല. നമ്മളിപ്പോ അജ്ഞാനിയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ അജ്ഞാനിയാണല്ലോ. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. അപ്പൊ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാണുന്ന നമുക്കുണ്ട്, അദ്ദേഹത്തിന് അത് അനുഭവമില്ല. അനുഭവമില്ലാത്തൊന്നില്ല, അതാണ് അതിന്റെ കാര്യം. അപ്പോ യഥാ സ്വപ്നഃ വിബോധതഃ, യഥാ സ്വപ്നഃ വിബോധതഃ, സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ സ്വപ്നത്തിലെ ദേഹതലത്തിലാണല്ലോ, അല്ലെ? സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ സ്വപ്നത്തിലെ ദേഹത്തിന്റെ തലത്തിലാണ്. സ്വപ്നത്തിലെ ദേഹമാണ് അവിടെ അനുഭവിക്കുന്നത്, അല്ലെ? എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു? നല്ല നല്ല ഭക്ഷണം കഴിക്കുന്നതായിട്ടും വലിയ വിശപ്പുള്ളതായിട്ടും ഒരുപാട് കഴിക്കുന്നതായിട്ടും അങ്ങനെ പല രീതിയിൽ കാണും. പക്ഷെ അതൊന്നും ഉണർന്നു കഴിയുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ അതൊന്നും ബാധിക്കപ്പെട്ടതായിട്ട് കാണാറില്ല. വിശപ്പ് മാറാറില്ല. ഉണങ്ങി എണീക്കുമ്പോൾ ഭയങ്കര വിശപ്പായിട്ടാണ് എണീക്കുന്നത്. അതേസമയം സ്വപ്നത്തില് നല്ല ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചായിട്ട് സ്വപ്നം കണ്ടു കാണും, വിശന്ന് പെട്ടെന്ന് എണീക്കുകയും ചെയ്യും. അതെങ്ങനെ സംഭവിക്കുന്നത്? സ്വപ്നത്തിൽ കാണുന്നതൊന്നും സ്ഥൂല ശരീരത്തിൽ ബാധിക്കപ്പെടില്ല. സുഖവും അനുഭവിക്കും, ദുഃഖവും അനുഭവിക്കും, രണ്ടും സ്വപ്നത്തിൽ ഉണ്ടാവും. പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ അതൊന്നും
ഇവിടെ സ്ഥൂല ശരീരത്തെ ബാധിക്കുന്നില്ല എന്ന് കാണാം. ആ സ്വപ്ന ശരീരം ഉള്ളത് വരെ മാത്രമേ ആ അനുഭവമുള്ളൂ. സ്വപ്നത്തിലെ അനുഭവം സ്വപ്ന ശരീരം, ആ സമയത്ത് നമ്മളൊരു ശരീരം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്വപ്ന ശരീരത്തിൽ മാത്രമേ അതിൻ്റെ അനുഭവങ്ങൾ ഉള്ളൂ. ഉണർന്നാൽ എല്ലാം നശിച്ചു. ഉണർന്നു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൽ എല്ലാ കാര്യങ്ങളും അവിടെ തീർന്നു. ആ സ്വപ്ന അനുഭവങ്ങൾ ഈ ശരീരത്തിൽ കിട്ടില്ല. സ്ഥൂല ശരീരത്തിൽ, ഉണർന്നിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ആ സ്വപ്ന അനുഭവങ്ങൾ നമുക്ക് കിട്ടില്ല. അത് റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല. എന്നാൽ ശരി, ഒന്നുകൂടെ അതേ സ്വപ്നം കണ്ടു കളയാം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അങ്ങനെയും നടക്കാറില്ല. സ്വപ്നത്തില് സീരിയൽ പോലെ തുടർച്ചയായിട്ടുണ്ട്. ഇന്നൊരു സ്വപ്നം കണ്ടു, അതിന്റെ തുടർച്ച നാളെ, അതിന്റെ തുടർച്ച മറ്റന്നാള്, അങ്ങനെ നമ്മൾ സീരിയൽ കാണുന്ന പോലെ കുറേശ്ശെ ഓരോ ദിവസവും കണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ പറ്റുമോ? അങ്ങനെയും പറ്റില്ല. അങ്ങനെ തുടർച്ചകളൊന്നുമില്ല. എപ്പോ എന്തോ വരുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജാഗ്രത് എന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ, നമ്മുടെ എങ്ങനെയാ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിലേക്ക് വരുമ്പോ സ്വപ്നത്തിലേതൊന്നും ഇവിടെ അനുഭവത്തിലില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജാഗ്രത്തിൽ നിന്ന് മോക്ഷാവസ്ഥയിലേക്കാണ് ഉയരുന്നത്, ജ്ഞാനത്തിലേക്കാണ് ഉയരുന്നത്. ജാഗ്രത്തിൽ നിന്ന്, അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം എന്താണ്? ജാഗ്രതാണ്. ജ്ഞാനിയുടെ സ്വപ്നമാണ് ജാഗ്രത്, അല്ലെ? അതിൽ നിന്ന് ഉണർന്നാൽ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എത്രയോ നമ്മൾ ആചാര്യസ്വാമി എത്രയോ പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ ജീവിതം ഒരു സ്വപ്നം പോലെയാണ്, ഇതിൽ നിന്ന് ഉണരുന്നതാണ് ആത്മസാക്ഷാത്കാരം. ഇത് സ്വപ്നമാണെന്ന് തിരിച്ചറിയലാണ് ആത്മസാക്ഷാത്കാരം. ഈ നമ്മുടെ ജാഗ്രത സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്നത് ആണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ ജ്ഞാനി ജാഗ്രത എന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ അദ്ദേഹത്തിന് ഈ ശരീരം, നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥൂല ശരീരം സ്വപ്ന ശരീരത്തെ പോലെയല്ലേ? ചിന്തിച്ചു നോക്കുക. ജാഗ്രത എന്ന ജ്ഞാനിയുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ നിന്ന്, അതായത് ആ ജാഗ്രതയിൽ നിന്ന് ജ്ഞാനി ഉണരുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സ്വപ്നത്തിലെ അനുഭവങ്ങൾ ജാഗ്രതത്തില് ഒന്നും ഇല്ലാതാകുന്നുവോ, അതുപോലെയാണ് അദ്ദേഹത്തിന് ജാഗ്രതത്തിലെ കാര്യങ്ങളൊന്നും ഈ സ്ഥൂല ശരീരം കൊണ്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ബാധിക്കപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് ശരീരം ഞാനല്ല എന്ന ജ്ഞാനമാണ്. അത് പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് ഈ വായിക്കലും ഉള്ള അറിവല്ലേ ഉള്ളൂ. അദ്ദേഹം അതിലേക്ക് ഉണർന്നിരിക്കുന്ന, അനുഭവിക്കുന്ന ആളാണ്. അപ്പൊ നമ്മളും അതുപോലെ എപ്പോഴാണോ ആ ജ്ഞാനം എന്ന ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നത്, ആ സമയം ഈ ജാഗ്രത വെറും സ്വപ്നമായി മാറും. അപ്പോ ശരീരം ഞാനല്ല എന്ന ജ്ഞാനിയുടെ ജ്ഞാനം വെരി 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 പവർഫുൾ ആണെന്ന് പറയും. ആ നിഷ്ഠനാണ് അദ്ദേഹം, ബ്രഹ്മനിഷ്ഠൻ, വളരെ പവർഫുൾ ആണ്. അപ്പോ അവിടെ പ്രാരബ്ധം ഇല്ല. അതറിയാലോ. ഒരിക്കൽ ജ്ഞാനിയായാൽ പിന്നെ തിരിച്ചു വരവില്ല. കുറച്ച് ദിവസം ജ്ഞാനിയായിരുന്നു കേട്ടോ, ഇപ്പൊ അദ്ദേഹം ജ്ഞാനിയല്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല. അതാണ് ഒരു കപടജ്ഞാനമാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കപടമാണ്, അത് ശരിയല്ല. വൺസ് ജ്ഞാനം വന്നാൽ പിന്നെ അത് പോവില്ല. അതുകൊണ്ടാണ് ഇതിന് ശ്രമിക്കൂ എന്നെല്ലാ ഗുരുക്കന്മാരും പറയുന്നത്. നിങ്ങൾ മോക്ഷത്തിന് ശ്രമിക്കൂ, ജ്ഞാനത്തിന് ശ്രമിക്കൂ, അതിന് സാധന ചെയ്യൂ, എല്ലാം മനസ്സിലാക്കൂ, വേദങ്ങൾ പഠിക്കൂ, വേദാന്തങ്ങൾ പഠിക്കൂ എന്ന് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത്. ഒരിക്കൽ അത് കിട്ടിയാൽ പിന്നെ അത് നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. മാത്രമല്ല, ഇനി ആ വഴി കുറെ ദൂരം ആ വഴിക്ക് സഞ്ചരിച്ച് അതിന്റെ അടുത്തെത്തിയാൽ അടുത്ത ജന്മവും അതിന്റെ അടുത്തെത്തി തന്നെ ജനിക്കും. അങ്ങനെ ഈ വർക്കൊന്നും ഫെയിലിയർ ആവില്ല, ഇതൊന്നും വെറുതെ ആവില്ല. നമ്മളിപ്പോ ചെയ്യുന്ന ഒരു സാധനയും വെറുതെ ആകില്ല. അപ്പോ വളരെ പവർഫുൾ ആണ് ആ ജ്ഞാനാവസ്ഥ. ആ ജ്ഞാനാവസ്ഥയില് ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നോക്കുമ്പോൾ പലതും കാണാം. അങ്ങനെ നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ചിലപ്പോൾ കഴിക്കുന്നില്ല, ചിലപ്പോൾ വലിച്ചെറിയുന്നു, ചിലപ്പോൾ ഓടുന്നു, ചിലപ്പോൾ ഇരിക്കുന്നു, ചിലപ്പോൾ ഭ്രാന്തനെ പോലെ ഇരിക്കുന്നു, ചിലപ്പോൾ സമാധിയിലിരിക്കുന്നു,
ചിലപ്പോൾ ദിവസങ്ങളോളം ഒന്നും കഴിക്കുന്നില്ല, ചിലപ്പോൾ ദിവസങ്ങളോളം കുളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് പലതും കാണാം. ഇത് നമ്മുടെ ആംഗിളിൽ നമ്മൾ അജ്ഞാനിയാണല്ലോ. അപ്പൊ നമുക്കിതെല്ലാം ആ രീതിയിലേ നമുക്ക് പ്രാരബ്ധം പാവം അനുഭവിച്ച് തീരണ്ടേ എന്ന് നമ്മൾ പറയും. ഒരു ജ്ഞാനിയെ നോക്കി നമ്മൾ പറയും എന്ത് ചെയ്യാം, പ്രാരബ്ധം ഭ്രാന്തനെ പോലെ നടക്കുന്നു, എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കുന്നു, ആരെങ്കിലും കൊടുത്താലായി, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ ഒരുപാട് പരിതപിക്കും. ആരെ നോക്കിയിട്ട്? ഈ ജ്ഞാനിയെ നോക്കി. അല്ലേ? വളരെ കഷ്ടമാണ്. അദ്ദേഹം വസ്ത്രം എടുക്കുന്ന കാര്യത്തിനെ കുറിച്ചും സഞ്ചരിക്കുന്ന കാര്യത്തിനെ കുറിച്ചും എല്ലാം നമ്മൾ പറയും. നമ്മൾ അജ്ഞാനിയാണല്ലോ, നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അജ്ഞാനിക്ക് എന്തെല്ലാം പറയാവോ അതെല്ലാം നമ്മൾ പറയും. ആരെ കുറിച്ചാണ് പറയുന്നത്? ഈ ജ്ഞാനിയെ കുറിച്ച്. അദ്ദേഹം വല്ല അറിയുന്നുണ്ടോ? അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കില്ല. അപ്പോ വിബോധത, നന്നായി ഉണർന്നവൻ എന്നാണ്. വിബോധത, ബോധത അത് വിബോധത, നന്നായി ഉണർന്നവൻ. യഥാ സ്വപ്ന, ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് നന്നായി ഉണർന്നവൻ സ്വപ്നത്തിലെ കാര്യങ്ങളെ ജാഗ്രതയിൽ എടുക്കുന്നില്ലയോ, അതുപോലെയാണ് ജ്ഞാനി. ജാഗ്രത് എന്ന ആ അവസ്ഥയെ അദ്ദേഹത്തിന് വെറും സ്വപ്നമാണ്, അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കുന്നില്ല. നന്നായി ഉണർന്നവന് സ്വപ്നം എങ്ങനെയോ അതുപോലെ സ്വപ്നം യാഥാർത്ഥ്യമല്ലയോ അതുപോലെ സ്വപ്നത്തിലെ അനുഭവത്തിന് ഒരു സംബന്ധവും ഇല്ലയോ ആർക്ക്? ഉണർന്ന ഒരാൾക്ക്. അതുപോലെ ആത്മജ്ഞാനം ലഭിച്ചവന് ജാഗ്രത് അവസ്ഥയും അതുപോലെയാണ്. നന്നായി ഉണർന്നവന് സ്വപ്നം എങ്ങനെയോ അതുപോലെ, സ്വപ്നം യാഥാർത്ഥ്യമല്ലയോ അതുപോലെ, സ്വപ്നത്തിലെ അനുഭവത്തിന് ഒരു സംബന്ധവും ഇല്ലയോ അതുപോലെ, ആത്മജ്ഞാനം ലഭിച്ചവന് ജാഗ്രത് അവസ്ഥയും അതുപോലെ. ജാഗ്രത് സ്വപ്നമാകുമ്പോൾ മോക്ഷം എന്ന് പറയും. ജാഗ്രത, നമ്മൾക്കിപ്പോൾ ഈ ജാഗ്രത എന്ന് നമ്മുടെ സ്വപ്നമാവുന്നുവോ അന്ന് നമ്മൾ ജ്ഞാനിയാണ് എന്ന് സ്വയം മനസ്സിലാക്കണം. അടുത്ത ശ്ലോകത്തില് ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല എന്നതിന് ആചാര്യസ്വാമി വേറെ ഒരു കാരണവും കൂടെ പറയും. 92-ാമത്തെ ശ്ലോകം. കർമ്മജന്മാന്തരീയം യത് പ്രാരബ്ധമതി കീർത്തിതം തത്തു ജന്മാന്തരാഭാവാത് പുംസോ നൈവാസ്തി കർഹിചിത്. കർമ്മജന്മാന്തരീയം യത് പ്രാരബ്ധമിതി കീർത്തിതം തത്തു ജന്മാന്തരാഭാവാത് പുംസോ നൈവാസ്തി കർഹിചിത്. 92-ാമത്തെ ശ്ലോകം. വീണ്ടും ആചാര്യസ്വാമി ഉറപ്പിച്ചു പറയുന്നു, ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല. ആദ്യ വരിയില് പ്രാരബ്ധ ലക്ഷണത്തെ പറയും. കർമ്മ ജന്മാന്തരീയം എന്ന ആദ്യത്തെ വരിയില് പ്രാരബ്ധത്തിന്റെ ലക്ഷണത്തെ പറയും. ആ ലക്ഷണപ്രകാരം ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല. ഇപ്പൊ ഒരു കാര്യത്തിന്റെ ലക്ഷണം പറയുകയാണ്. ആ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. പ്രാരബ്ധം എന്നാൽ എന്ത്? വീണ്ടും ആ ഒരു ചോദ്യം അവിടെ പ്രസക്തമാകും. നാം പലപ്പോഴും ഈ വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ പ്രാരബ്ധം എന്ന വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കുന്നു. ഒരു കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ പറയും എനിക്ക് ഈ കഷ്ടപ്പാട് വരേണ്ടതല്ല, പിന്നെ എന്ത് ചെയ്യും, പ്രാരബ്ധവശമായിട്ട് വന്നതാണെന്ന് പറയും. വളരെ കോമൺ. അത് ഏറ്റവും രസകരമായിട്ട് തോന്നി ഈ ഭാഗം വായിച്ചപ്പോൾ. വളരെ ശരിയാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്. അതായത് നമുക്കിതൊന്നും വരേണ്ടതല്ല, നമ്മൾ ഇതിലൊക്കെ പെർഫെക്റ്റ് ആണ്, നമ്മൾ ഓക്കെയാണ്, നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് പെരുമാറുന്ന ഒരാളാണ്, സമർത്ഥന്മാരാണ്, മിടുക്കന്മാരാണ്. പക്ഷേ എനിക്കിതൊക്കെ വന്നു, എന്നെ ചെയ്യാൻ പ്രാരബ്ധം. ഇല്ലേ? ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. കഷ്ടപ്പാട് വരുമ്പോ എനിക്ക് ഈ കഷ്ടപ്പാട് വരേണ്ടതല്ല, പിന്നെ എന്ത് ചെയ്യും, പ്രാരബ്ധം. അനുഭവിക്കുക തന്നെ നമ്മൾ പറയാറുണ്ട്. അനുഭവിക്കുക തന്നെ, അല്ല ഇപ്പൊ എന്നാ ചെയ്യും? ഇപ്പോ അതിനൊരു തമാശയായിട്ട് പറഞ്ഞത്, ഒരാള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. സാധാരണ നിലയ്ക്ക് ഒരു 3-4 ഇഡ്ഡലിയും ഒക്കെ കഴിച്ചു, ഓക്കെ. പക്ഷെ പെട്ടെന്ന്
ആ ഒരു മനുഷ്യൻ ഒരു ദിവസം രാവിലെ നല്ല സ്വാദ് തോന്നി, ഒരു 12 ഇഡ്ഡലി കഴിച്ചു, ധാരാളം കറിയും കഴിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വയറുവേദന തുടങ്ങി, നല്ല വയറുവേദനയായി. ഡോക്ടർ പറയുന്നു ഒരു കാരണം, ശാസ്ത്ര രീതിക്കാരൻ പറയുന്നു തന്റെ പ്രാരബ്ധമെന്ന്. ഡോക്ടർ എന്താ പറയാ? ആവശ്യത്തിലധികം കഴിച്ചതുകൊണ്ട് ദഹനക്കേടുണ്ടായി, അതാണ് നിങ്ങളുടെ ഈ പ്രശ്നം, വയറുവേദന. ശാസ്ത്ര രീതിക്കാരൻ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ, എല്ലാം പ്രാരബ്ധം എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, ആ എന്നാ ചെയ്യാനാ, രാവിലെ ഭക്ഷണം കഴിച്ചു, സ്വാദുണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ കഴിച്ചു, പ്രാരബ്ധം, അല്ലാതെ എന്തൊക്കെയോ വയറുവേദന വരേണ്ട കാര്യമൊന്നുമില്ല, പ്രാരബ്ധം അനുഭവിക്കുക തന്നെ എന്ന് പറയും എന്ന് കളിയാക്കി പറയാം. തന്റെ പ്രാരബ്ധമെന്ന് ആര് പറയും? ശാസ്ത്ര രീതിക്കാരൻ. ഡോക്ടർ എന്ത് പറയും? കൂടുതൽ കതിച്ചുകൊണ്ട് അജീർണമായി എന്ന് പറയും. അപ്പോ എന്താണ് പ്രാരബ്ധം എന്ന് പറയുന്ന ആളുടെ ആ വർഷം? 9 മണിക്ക് ചെയ്ത കർമ്മം അല്ലെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയം 9 മണി എന്ന് വിചാരിക്കുക. 9 മണിക്ക് ചെയ്ത കർമ്മമാണ് അയാള് ഇപ്പോ പ്രാരബ്ധമായിട്ട് പറയുന്ന 11 മണിക്ക് വയറ്റുവേദന വന്നു. 9 മണിക്ക് ചെയ്ത കർമ്മം അത് പ്രാരബ്ധമായിട്ട് 11 മണിക്ക് വയറ്റുവേദനയായിട്ട് വന്നു. അപ്പോ ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രാരബ്ധം എന്നാൽ നാം ചെയ്ത മുൻകർമ്മ ഫലം. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി തരുന്നത്. 9 മണിക്ക് കൂടുതലായിട്ട് കഴിച്ചു, അത് വയറുവേദനയായിട്ട് മാറി. ആര് ചെയ്ത കർമ്മം? നമ്മൾ ചെയ്ത കർമ്മം നമുക്ക് വയറുവേദനയായിട്ട് വന്നു. അപ്പൊ ശരിക്കും നമ്മൾ പ്രാരബ്ധം എവിടുന്ന ഉണ്ടാകുന്നത്? കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രാരബ്ധം അനുഭവിക്കുക തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് വരുന്നത്. അത് ഓർക്കാറില്ല പലപ്പോഴും. പ്രാരബ്ധം വേറെ എവിടുന്നോന്ന് വന്നു എന്നുള്ള നിലയ്ക്കാണ് പറയാറ്. ഇപ്പൊ നമ്മളിത് കേൾക്കുന്നവർക്കൊന്നും തോന്നില്ല, കാരണം നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവന്റെ കർമ്മഫലമാണെന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് തോന്നില്ല. പക്ഷെ ഒരു സാധാരണ മനുഷ്യന് അവര് പറയുന്ന പ്രാരബ്ധം നമ്മളെപ്പോലെ കർമ്മഫലത്തെ ചിന്തിച്ചിട്ടോ പൂർവ്വജന്മ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല അവർ പറയുന്നത്. അവർ ആ വാക്കിനെ വളരെ തെറ്റായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വരുന്ന എല്ലാം പ്രാരബ്ധം പ്രാരബ്ധം പറഞ്ഞ് അതിനെ കർമ്മവുമായിട്ട് ബന്ധമില്ലാതെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോ ശരിക്കും പ്രാരബ്ധം എന്നാൽ നാം ചെയ്ത മുൻകർമ്മങ്ങളുടെ ഫലം. കർമ്മം അതിൻ്റെതായ സമയമെടുത്ത് ഫലം നൽകും. ഒരു ഗണപതി ഹോമം നടത്തിയാൽ അപ്പൊ തന്നെയാണോ ഫലം? ഗണപതി ഹോമം കഴിഞ്ഞാൽ തിരുമേനിക്ക് ദർശനം കഴിച്ച ഒട്ടനെ പ്രാർത്ഥിച്ച ഫലം അവിടെ നടക്കൂ? ഇല്ല. അമ്പലങ്ങളിൽ പോയി ദർശനം നടത്തുന്നു, കുറെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നു, പ്രത്യേക കാര്യങ്ങൾക്ക് പ്രത്യേക ദേവതകളെ പൂജിക്കുന്നു, മന്ത്രം ജപിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ തന്നെയാണോ ഫലം? ഇമ്മീഡിയറ്റ് ഫലമാണോ? അല്ല. പക്ഷെ ഫലമുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്, അനുഭവത്തിൽ കൂടെ തെളിഞ്ഞിട്ടുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നത്. അപ്പോ കർമ്മത്തിന് അതിൻ്റെതായ സമയമെടുക്കും ഫലം തരാനായിട്ട്. നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ തന്നെ കർമ്മഫലം. ഇത് നമ്മൾ ലോ ഓഫ് കർമ്മ പഠിച്ചപ്പോൾ വിശദമായിട്ട് പഠിച്ചു. ലോ ഓഫ് കർമ്മ അതറിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനക്കുറവും ഉണ്ടാവില്ല. അതറിഞ്ഞാൽ ഏറ്റവും സമാധാനം കിട്ടുന്നത് ആരാണോ ലോ ഓഫ് കർമ്മ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ പക്വതയായിട്ടുള്ളൊരു ജീവിതമായിരിക്കും. അയാൾക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക, എടുത്തുചാട്ടമോ ആൾക്കാരോട് ദേഷ്യമോ മറ്റുള്ളവരെ കുറ്റം പറയുക, എൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇങ്ങനെ കാരണങ്ങൾ പറയുമ്പോൾ എല്ലാം മറ്റുള്ളവരാണെന്ന് പറയാം, എൻ്റെ അധപ്പതനത്തിന് മുഴുവൻ കാരണം മറ്റുള്ളവരാണെന്ന് പറയും. ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ അയാൾ മാറും, സ്വയം ഒരു സമാധാനമുള്ള ആളായിട്ട് മാറും. ലോ ഓഫ് കർമ്മ കറക്റ്റായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു തരത്തിലുള്ള അശാന്തിയും ഉണ്ടാവില്ല, അയാൾ ശാന്തനായിരിക്കും. കാരണം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ തന്നെ കർമ്മഫലം എന്ന് അവർ തിരിച്ചറിയും. ഇടയിൽ വരുന്നവരെല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, അയാളത് അങ്ങനെ ചെയ്ത കാരണം എനിക്കിന്ന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നേ, അങ്ങേരന്ന് അങ്ങനെ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അങ്ങനെ ആകില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആ ഇടയിൽ വരുന്ന ആൾക്കാരൊക്കെ അതെല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ്. നമ്മുടെ ഈ കർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് അവരെല്ലാവരും. അപ്പൊ പിന്നെ നമ്മൾ അവരെ പഴിക്കേണ്ട കാര്യമില്ല, അവർ വന്നു പോവും, അതുണ്ടാവും, അതുണ്ടായേ പറ്റും. ഒരാൾ നമ്മെ നോക്കി ചീത്ത പറഞ്ഞാൽ, വളരെ ശ്രദ്ധിക്കുക, നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞാൽ അത് അയാളെ കൊണ്ട് പറയിക്കാനുള്ള കർമ്മം
നാം നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഒരാൾ നമ്മളെ നോക്കി ചീത്ത പറഞ്ഞാൽ അയാളെ കൊണ്ടത് ചെയ്യിക്കാനുള്ളൊരു കർമ്മം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ജന്മവും കഴിഞ്ഞ ജന്മവും ഉറപ്പാണ്. കാരണക്കാരൻ ആരാപ്പോ? നമ്മൾ തന്നെയാണ് കാരണക്കാരൻ. അപ്പോൾ കാരണക്കാരൻ നാം തന്നെ. ചില പ്രാരബ്ധം ഉടനെ ഫലം തരും, ചിലത് സമയമെടുക്കും. എല്ലാം ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല, കുറെ കാലങ്ങൾ എടുത്തും ഫലങ്ങൾ വരും. ഉടനെയും ചിലതുണ്ടാകും. അപ്പൊ ജന്മങ്ങളും എടുക്കണം. ഇതൊരു 80-90 വയസ്സിന്റെ പീരീഡ്, വർഷങ്ങളുടെ പീരീഡ് അല്ലേ ഉള്ളൂ. അതിൽ കൂടി വന്നോളുന്നില്ല. 300-400 വർഷം എടുത്തിട്ട് വരാം. അപ്പൊ എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് നടന്നതിന്റെ ഇപ്പൊ വരാം. ഇപ്പൊ ചെയ്യുന്നതിന്റെ ഫലം എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞും ഉണ്ടാകാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണത്, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ശരീരം, നമുക്കിപ്പോ ഒരു ശരീരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ശരീരം മുൻജന്മ പ്രാരബ്ധ കർമ്മം അനുസരിച്ച്, അല്ലെ, ഉറപ്പാണല്ലോ, മുൻജന്മ പ്രാരബ്ധ കർമ്മം അനുസരിച്ച് ഈ ശരീരം കിട്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, കണ്ണില്ലാത്തവര്, ചെവി കേൾക്കാത്തവര്, അംഗവൈകല്യമുള്ളവര്, ഇങ്ങനെ പലരും ജനിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയും, അയ്യോ ആ കുട്ടി എന്ത് പഴിച്ചിട്ടാ പാവം ഇങ്ങനെ ജനിച്ചെന്ന്. ആ കുട്ടി ഒന്നും പഴിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പൂർവ്വജന്മമായിട്ടുള്ള കർമ്മഫലമായിട്ടാണ്, നമുക്കറിയാൻ പറ്റത്തില്ല. അതൊക്കെ എത്രയോ വലിയ ഗുരുനാഥന്മാർ എത്രയോ ഉദാഹരണങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ആ കർമ്മഫലം കൊണ്ട് ആ ശരീരത്തിന് വരെ പാപകർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് പലതരത്തിലുള്ള അംഗവൈകല്യങ്ങളും ബുദ്ധി മാന്ദ്യതയും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രയോ ഉദാഹരണങ്ങളുണ്ട് ലോകത്തിൽ. അതിന് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുമുണ്ട് അത് ഭംഗിയായിട്ട്. അപ്പോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ശരീരം മുൻജന്മ പ്രാരബ്ധം കൊണ്ടാണ്. അപ്പോൾ ഈ ജന്മം ചെയ്യുന്ന പ്രവൃത്തി വരും ജന്മ ശരീരത്തെ അതനുസരിച്ച് സൃഷ്ടിക്കും എന്നത് ഉറപ്പാണ്. ഇതൊക്കെ ശാസ്ത്രവിശ്വാസമുള്ളവരോട് പറയേണ്ട കാര്യങ്ങളാണ്. ശാസ്ത്രത്തെ, വേദത്തെ, വേദാന്തത്തെ വിശ്വസിക്കുന്നവരോടെ ഇതൊക്കെ പറയാൻ പാടുള്ളൂ. അപ്പോ ഈ ജന്മം ചെയ്യുന്ന പ്രവൃത്തി വരും ജന്മങ്ങളിലെ നമുക്ക് ലഭിക്കുന്ന ശരീരത്തെ സൃഷ്ടിക്കും. ഈ ജന്മത്തെ പ്രവൃത്തിയാണ് അടുത്ത ജന്മത്തെ നല്ല ശരീരമാണോ ചീത്ത ശരീരമാണോ, അംഗവൈകല്യമുള്ളതാണോ അല്ലാത്തതാണോ, ആരോഗ്യമുള്ളതാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ ജന്മത്തെ പ്രവൃത്തിയാണ്. മാത്രമല്ല ഈ ശരീരം ഇനി അനുഭവിക്കേണ്ട കാര്യങ്ങൾക്കും കർമ്മം കാരണമാകും. ഈ ജന്മത്തിൽ തന്നെ ചില കർമ്മങ്ങളുടെ ഫലം ഇമ്മീഡിയറ്റ് വരും, ചിലത് പതുക്കിയേ വരുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കുറെ ഭക്ഷണം ഓവറായിട്ട് കഴിച്ചപ്പോൾ ഉണ്ടായ വയറിലെ പ്രയാസം ഉടനെ ഉണ്ടായ കർമ്മഫലമാണ്. അതേസമയം ഒരു പ്രാർത്ഥനയുടെ ഫലം ഉടനെയല്ല ഉണ്ടാകുന്നത്. അപ്പൊ ചിലതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവും, ചിലത് പതുക്കെ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആ കർമ്മങ്ങളൊക്കെ അവിടെ ഫലമായിട്ട് വരുന്നുണ്ട്. കർമ്മ ജന്മാന്തരീയം യത്, യത് കർമ്മ, ഏത് കർമ്മം ജന്മാന്തരീയം ഈ ജന്മത്തിന് മുമ്പ് ചെയ്യപ്പെട്ടത്, തത് പ്രാരബ്ധമിതി കീർത്തിതം. അതാണല്ലോ ആദ്യത്തെ കർമ്മ ജന്മാന്തരീയം യത് പ്രാരബ്ധമിതി കീർത്തിതം എന്നാണ് പറഞ്ഞത്. ഏത് കർമ്മമാണോ ഈ ജന്മത്തിന് മുമ്പ് ചെയ്യപ്പെട്ടത്, തത് അതിനെ പ്രാരബ്ധമെന്ന് പറയപ്പെടുന്നു. ജ്ഞാനിക്ക് പ്രാരബ്ധമില്ല, കാരണം ജ്ഞാനിക്ക് ജന്മം ഇല്ല. ജ്ഞാനിക്ക് ജന്മമുണ്ടോ? പിന്നെ ഇല്ല. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പാടക്കപ്പെടുന്നത്. ജന്മമില്ല. ജ്ഞാനി ഒരിക്കലും എനിക്കിനി ജന്മമില്ലെന്ന് പറയാറില്ല. ജ്ഞാനി അങ്ങനെ പറയോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഗുരു ജ്ഞാനി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കേൾക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയില്ല. ജ്ഞാനി ഒരിക്കലും എനിക്കിനി ജന്മമില്ല എന്ന് പറയാറില്ല. കാരണം ജന്മമേ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴൊരിക്കൽ ശരീരബോധം പോയോ ആ സമയം ജനിച്ചിട്ടില്ല. ജനനവും മരണമില്ലാത്ത അവസ്ഥയാണ് അമൃതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനി ജനിച്ചു, അത് നമുക്ക് അജ്ഞാനിക്ക്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജനനവുമില്ല മരണവുമില്ല, എന്നും എപ്പോഴും. സത്യം ജ്ഞാനം അനന്തം, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. അപ്പൊ എന്താണ് ബ്രഹ്മം? സത്യം ജ്ഞാനം അനന്തം. ആ ബ്രഹ്മത്തിന്
ജനനവുമില്ല, മരണവുമില്ല. ജ്ഞാനി ആ ബ്രഹ്മാവസ്ഥയിലാണ്, ബ്രഹ്മനിഷ്ഠനാണ്. അപ്പോൾ ജന്മം ഉണ്ടായിട്ടില്ല, ഇനി ജന്മവുമില്ല. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെ ബാധിക്കുന്നതൊന്നും ഇവിടെ ബാധിക്കപ്പെടില്ല. ആത്മാവിന് ജന്മമുണ്ടോ? നമ്മൾ പറയുമ്പോൾ ഉണ്ട്. നമ്മൾ ആ ആത്മാവ് അവിടെ ജനിച്ചു, ഈ ആത്മാവ് ഇവിടെ ജനിച്ചു എന്ന് പറയും. ആത്മാവല്ല ജനിക്കുന്നത്. ആത്മാ എന്നും എപ്പോഴും എവിടെയും ഉള്ളതാണ്. ജീവൻ എന്നുള്ളൊരു രീതിയിലേക്ക് ത്രിഗുണങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഞാൻ എന്ന അഹവും കൂടെ വന്നിട്ട് തോന്നിക്കുന്നതാണ് ആത്മാ ജനിച്ചു എന്ന്. അതല്ലേ നേരത്തെ പറഞ്ഞേ, ദേഹത്തിന്റെ കാര്യങ്ങളെ, ദേഹധർമ്മത്തെ, ശരീരധർമ്മത്തെ ആത്മാവിൽ അവരോധിക്കുന്നു എന്ന് കുറേ ശ്ലോകങ്ങളിൽ പറഞ്ഞു. അതൊക്കെ ഓർക്കണം ഈ സമയം. അപ്പോ ദേഹമല്ല ആത്മാവ്, അത് ഉറപ്പിച്ച് മനസ്സിലുണ്ടായിരിക്കണം. പക്ഷേ പെട്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും നോക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിലതുണ്ടാവും. നമ്മൾ പെട്ടെന്ന് ദേഹത്തെ നമ്മൾ ബന്ധപ്പെടുത്തുന്നു. ദേഹത്തെ ബന്ധപ്പെടുത്താതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അത്രയ്ക്കും ജ്ഞാനം വരണം. അപ്പൊ അങ്ങനെ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ സ്വയം ആത്മാ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജന്മം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. അതാണ് ഏറ്റവും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജന്മം ഉണ്ടായിട്ടില്ല എന്ന അവസ്ഥയിലാണ്. അപ്പൊ നേരത്തെ ജന്മം ഉണ്ടായിട്ടുണ്ട്, ജ്ഞാനിക്ക് പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല. നമ്മുടെ ആംഗിളില്, നമ്മളാരാണ്? അജ്ഞാനികൾ. നമ്മുടെ ആംഗിളില് ഉണ്ട് എന്ന് പറയാം. ശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ഒരിക്കൽ ജ്ഞാനിയായാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൂർവ്വജന്മം എന്നൊരു സംഭവമില്ല, ഇനിയൊരു ജന്മവുമില്ല. അദ്ദേഹം ഏതവസ്ഥയിലാണ്? സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന അവസ്ഥയിലാണ്. നമ്മളിപ്പോ വിചാരിക്കുന്നത് പല ജന്മം ഉണ്ടായിരുന്നു, ഇനി ജ്ഞാനം വന്നാൽ ജന്മം ഉണ്ടാകില്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിചാരം, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? കുറേ ജന്മങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പതാ ഈ ജന്മം. ഇനിയിപ്പോ ഈ ജന്മത്തില് അപരോക്ഷാനുഭൂതിയും വിവേക ചൂടാമണിയും ഒക്കെ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇനി ജന്മമില്ലാതെ രക്ഷപ്പെടണം. ഇതാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത്. അപ്പൊ ജ്ഞാനം വന്നാൽ ഇനി ജന്മം ഉണ്ടാവില്ല. അതിനാണ് ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ ശരിക്കും ജ്ഞാനിയായാൽ ജന്മമേ ഇല്ലാത്ത ആളാണെന്ന് തിരിച്ചറിയും എന്ന് ശാസ്ത്രം പറയുന്നു. ശാസ്ത്രം എന്താ പറയുന്നത്? ശരിയായിട്ടുള്ള ജ്ഞാനം ഉദിച്ചാൽ ജന്മമേ ഉണ്ടായിട്ടില്ലാത്ത ആ അവസ്ഥയെ പ്രാപിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാ പൂർവ്വജന്മകർമ്മം അനുഭവിക്കുക എന്നൊരു സംഭവം ഉണ്ടാവുക? അതൊന്നും അവിടെ ഉണ്ടായില്ല. ഒരു ജന്മകർമ്മങ്ങളും അവിടെ ഉണ്ടാവില്ല. കാരണം ജന്മമില്ല. ആത്മായല്ലേ, ആത്മാവിന് ജനനവും മരണവും ഇല്ല. പിന്നെ എങ്ങനെ പൂർവ്വജന്മം ഉണ്ടായി എന്ന് പറയാൻ പറ്റും? വളരെ വളരെ ഡീപ്പാണ്. ഒത്തിരി നന്നായിട്ട് ശ്രദ്ധിച്ചുള്ളിൽ പോയാലേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. കുറേ ചിന്തിക്കണം, ധാരാളം വിചാരം ചെയ്യണം, എന്നാലേ ഈ ഭാഗം മനസ്സിലാവുള്ളൂ. അപ്പൊ ജ്ഞാനി ജന്മമേ ഇല്ലാത്ത ആളാണ്, ആ അവസ്ഥയിലാണ് അദ്ദേഹം. അപ്പോ ഒരിക്കലും അദ്ദേഹത്തെ പൂർവ്വജന്മകർമ്മം എന്ന് പറഞ്ഞൊരു കാര്യങ്ങള് അവിടെ വരികയില്ല. ആചാര്യസ്വാമി വളരെ കണിശമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും സംഭവിക്കില്ല. തത്തു ജന്മാന്തര അഭാവാത് എന്നാണ് അടുത്ത വാക്ക്. തത്തു, അതാകട്ടെ, ജന്മാന്തര അഭാവാത്, വേറെ ജന്മം എന്നത് ഇല്ലാത്തതിനാൽ, മുമ്പുമില്ല പിന്നുമില്ല. തത്തു ജന്മാന്തര അഭാവാത് പുംസഃ നൈവ അസ്തി കർഹിച്ചിത്. ജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല. പുംസഃ, അവിടെ പുംസഃ എന്നുള്ള ജ്ഞാനിയാണ്. കർഹിച്ചിത്, എപ്പോഴും പ്രാരബ്ധം നൈവ അസ്തി, പ്രാരബ്ധം ഇല്ല. പ്രാരബ്ധം നമ്മൾ അവിടെ ചേർത്തോണം. നൈവ അസ്തി എന്നുള്ളതിന് പ്രാരബ്ധം ചേർക്കണം. പുംസഃ കർഹിച്ചിത് പ്രാരബ്ധം ന അസ്തി. ജ്ഞാനിക്ക് ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് ജ്ഞാനാവസ്ഥയിലെത്തിയ ആള് ആത്മസ്വരൂപനാണ്,
ആത്മാവിന് ജനനവും മരണവും ഇല്ല. ഭഗവത്ഗീത ഭംഗിയായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീത വായിക്കുമ്പോൾ മനസ്സിലാക്കുക. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനനവും മരണവും ഇല്ല. അപ്പോ അതുകൊണ്ട് ജ്ഞാനിക്ക് പ്രാരബ്ധ കർമ്മം എന്നൊരു സംഭവം ഉണ്ടാകില്ല. അങ്ങനെയില്ല. ജീവത്വം അതില് അഭിമാനമുള്ളപ്പോഴാണ് പല ജന്മങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും പറയുന്നതും വിഷമിക്കുന്നതും ദുഃഖിക്കുന്നതും എല്ലാം. എപ്പോ ജീവത്വഭാവത്തിൽ ഉള്ളപ്പോൾ, എപ്പൊക്കെ നമ്മൾ ജീവനാണ് ജീവനാണ് ജീവനാണെന്ന് വിചാരിച്ചിരിക്കുന്നുവോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ജീവൻ ശരീരവും, ജീവത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ച് രണ്ടും കൂടെ ചേർത്തിരിക്കുന്ന അവസ്ഥയാണ് ജീവത്വം. ആത്മാവും ഈ നശിക്കുന്ന ശരീരത്തെയും ചേർത്ത് വെച്ച് സംസാരിക്കുന്നതാണ് ജീവത്വം. ആ ജീവത്വം ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം പ്രാരബ്ധമുണ്ട്, മുജ്ജന്മങ്ങളുണ്ട്, ഇനി ജന്മങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. എപ്പോഴൊക്കെ ജ്ഞാനാവസ്ഥയിലേക്ക് എത്തുന്നു, എപ്പോഴൊരിക്കൽ ജ്ഞാനിയാകുന്നു, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന അവസ്ഥയിലേക്ക് ഉയരുന്നുവോ അപ്പോൾ ബ്രഹ്മാവസ്ഥയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയാണ്. ആ അവസ്ഥയില് ബ്രഹ്മം എന്ന അവസ്ഥയില്, ആത്മാ ബ്രഹ്മം എന്ന അവസ്ഥയില് മുജ്ജന്മവുമില്ല, ഇനി ജന്മങ്ങളുമില്ല, എന്നും ഉണ്ടായിരുന്ന ആളാണ് ഈ ആത്മാ. ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, എന്നും ഉള്ളത്. അതിന് ജനനവും മരണവുമില്ല, ആദിയുമില്ല, അന്തവുമില്ല. ആ അവസ്ഥയിലേക്ക് എത്തുന്ന ആളാണ് ജ്ഞാനി. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അതാണ്. ആ അവസ്ഥയില് അപ്പൊ മുൻജന്മങ്ങളില്ല, ഇനിയും ജന്മമില്ലാത്തൊരവസ്ഥയില് മുൻജന്മ കർമ്മങ്ങളുടെ പ്രാരബ്ധം ഇവിടെ അയാൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. അതാണ് ഇവിടെ ആചാര്യസ്വാമി ഈ ശ്ലോകത്തില് വളരെ ഗംഭീരമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോ ജന്മ അഭാവം, ഈ ശ്ലോകത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ജന്മ അഭാവം അല്ലെ? ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കുകയുമില്ലെന്ന് പറഞ്ഞു. ജന്മ അഭാവത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഈ എങ്ങനെയാണ് ജന്മ അഭാവം പറയാൻ പറ്റുക എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കാം. ഈ ജന്മാഭാവം എങ്ങനെയാ പറയാൻ പറ്റുക? എന്ത് അറിവ് കൊണ്ടാണ് ജ്ഞാനി ഇങ്ങനെ പറയുന്നത്? ജന്മ അഭാവം എങ്ങനെ പറയാൻ പറ്റും? എന്തറിവിലാണ് ജ്ഞാനി എങ്ങനെ പറയുന്നത്? അത് നമുക്ക് അടുത്ത ശ്ലോകത്തില് ആചാര്യസ്വാമി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരും. ജ്ഞാനിയുടെ ജന്മ അഭാവ ജ്ഞാനം അടുത്ത ശ്ലോകത്തിൽ പറയും. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. 93-ാമത്തെ ശ്ലോകത്തിൽ അത് വളരെ ഭംഗിയായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. ഈ പറഞ്ഞ കാര്യങ്ങള് ഒരുപാടുണ്ട് ഇത് മനസ്സിലാക്കാൻ, കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് കൂടുതലായിട്ട് ഇത് ചിന്നി ഓരോ ശ്ലോകങ്ങൾ വരുന്തോറും ഒരുപാട് വിചാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് പുതിയ ശ്ലോകങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല, അത് വെറുതെ പാസ് ചെയ്ത് പോവുകയുള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഇത് ചിന്തിക്കണം, എന്നാലേ നമ്മുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് ആചാര്യസ്വാമി അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ നമുക്ക് നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. സായിരാം സർ. സായിരാം സർ. സായിരാം സർ. സായിരാം സർ. താങ്ക് യു. സായിരാം സർ. സായിരാം.